വെൽക്കം ടു വാവീസ് ക്രിയേറ്റിവിറ്റി. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഇനി ചിരട്ടയും ചകിരിയും കളയണ്ട. നമുക്കെന്നും വീട്ടിൽ ഇലക്കറികൾക്കുള്ള ഇലകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ആവശ്യമുള്ളത് കുറച്ച് ചകിരി, പിന്നെ തേങ്ങ തിരികെ മാറ്റിയ ചിരട്ട. ഈ ചകിരി നമുക്ക് കുറച്ച് വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർത്ത് വെക്കണം. സമയമുണ്ടെങ്കിൽ നമുക്ക് തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാലും ഉപയോഗിക്കാവുന്നതാണ്. വെള്ളത്തിലിട്ട് വെക്കുമ്പോഴത്തേക്ക് ചകിരി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇതേപോലെ ഇറുത്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ ഇങ്ങനെ ഇറുത്തെടുക്കാം. നനവുള്ളത് കൊണ്ട് നന്നായി ഇങ്ങനെ ഇറുന്ന് വരും. ഇറുത്ത് വെച്ചേക്കുന്ന ചകിരി നന്നായിട്ട് ഇതേപോലെ കൈകളിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ വട്ടത്തിലൊന്ന് ചുറ്റിച്ചെടുക്കണം. ചുറ്റിച്ചെടുക്കുമ്പോൾ ഒരു ബെഡ് പോലെ നമുക്കത് കിട്ടും. അത് ആ ചിരട്ടയിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. ചിരട്ടയിലൊന്ന് അമർത്തി കൊടുക്കണം. വെച്ചതിന് ശേഷം ഇതുപോലെ ഇരിക്കും. നല്ല എളുപ്പമാണത്. എല്ലാവരും ചെയ്യണം. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു അടപ്പ് ഉപയോഗിച്ചാണ് അതിനൊരു സ്റ്റാൻഡ് പോലെ വെച്ചിരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചകിരിയും കൂടി ചേർത്ത് അതൊന്ന് നല്ലൊരു ബെഡ് പോലെ ആക്കി വെക്കണം. ഇതിലേക്കാണ് നമ്മൾ വിത്ത് ഇടുന്നത്. വിത്ത് നമ്മൾ വീട്ടിൽ കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഉണക്ക പയറായ പച്ച പയർ ആണ് ഞാനിവിടെ ഇതിനകത്ത് ഇടുന്നത്. ആ ബെഡിൽ എല്ലായിടത്തും ആയിട്ട് നമ്മളൊന്ന് ഇങ്ങനെ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കണം. ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ദിവസം 2 പ്രാവശ്യം ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ നോക്കണം. അഥവാ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ചകിരി ആയതുകൊണ്ട് ഈർപ്പം അതിൽ നിലനിൽക്കും. ഇനി ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെക്കുന്നതും കാണിക്കുന്നുണ്ട്. നേരത്തെ എടുത്തതുപോലെ കയ്യിൽ ഇതേപോലെ വട്ടത്തിലാക്കി ഒരു ബെഡ് പോലെ ആക്കിയതിന് ശേഷം കണ്ടെയ്നറിലോട്ട് ഇറക്കി വെക്കണം. ഇതിൽ ഞാനൊരു സ്പ്രെയർ ബോട്ടിൽ ഉപയോഗിച്ചാണ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. സ്പ്രെയർ ഇല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചാലും മതി. ഇതിൽ ഞാൻ ഉണക്കപ്പയർ ചുമന്ന നിറത്തിലുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് വിത്തായിട്ട്. ആ കണ്ടെയ്നറിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധം നമ്മൾ ഇട്ട് കൊടുക്കണം. അതിന് മുകളിലോട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ടിഷ്യൂ ഉപയോഗിച്ച് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. നേരത്തെ എടുത്തതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തതിന് ശേഷം അതിലൊരു 3-4 മടക്ക് ടിഷ്യൂ ഇതേപോലെ വെക്കണം. വെച്ചതിന് ശേഷം ഒരു സ്പ്രെയറോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം അതിന് മുകളിലേക്കൊന്ന് കുടഞ്ഞു കൊടുക്കണം. സ്പ്രെയർ ഉപയോഗിച്ചാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതിലേക്കാണ് നമ്മളിനി വിത്തിടുന്നത്. ഞാനിവിടെയും പച്ചപ്പയർ തന്നെ ഉപയോഗിക്കുന്നത്. പച്ചപ്പയർ ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് ഒന്നും കൂടി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിൽ 2 നേരം സ്പ്രേ ചെയ്യണം. ഇത് ചുമന്ന പയർ മുളച്ച് വന്നപ്പോഴുള്ളതാണ്. ഇതൊരു 7 ദിവസമായ പയറാണ്. ചകിരിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ചകിരിയിലാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ നമുക്ക് കിട്ടും. ഇത് പച്ച കളറിലെ പയർ മുളച്ചതാണ്. അത് ടിഷ്യൂവിലാണ് ചെയ്തിരിക്കുന്നത്. ടിഷ്യൂവിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഡ്രൈ ആവാൻ ചാൻസസ് ഉണ്ട്. ഇത് ചുമന്ന പയറാണ്. ഞാൻ ചിരട്ടയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ടിഷ്യൂവിലാണ് മുളപ്പിച്ചത്. ടിഷ്യൂവിലാകുമ്പോൾ നമുക്ക് കുറച്ചേ അതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയത്ത് ചകിരിയാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അതിൽ മുളപ്പിക്കാൻ പറ്റും. ഇത് ചിരട്ടയിൽ ചകിരി ഉപയോഗിച്ച് പച്ചപ്പയർ മുളപ്പിച്ചെടുത്തതാണ്. ഇതൊക്കെ 7 മുതൽ 8 ദിവസം ആയി. ഇത് കടുകാണ്. ചകിരിയിലും ചിരട്ടയിലും മുളപ്പിച്ചെടുത്തിരിക്കുന്നു. ഇത് നമ്മുടെ ഉലുവയാണ്. ഉലുവ മുളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 4 ദിവസം ആയിട്ടുള്ളൂ ഇട്ടിട്ട്. ഇത് നന്നായിട്ട് വരുന്നതേ ഉള്ളൂ.
എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡാണ്. എല്ലാവരും ചെയ്യണം. ലോക്ക്ഡൗൺ സമയമാണ്. എല്ലാവരും ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റായി അറിയിക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി റെസിപ്പീസ് ഉണ്ട്. ഇനിയുള്ള എൻ്റെ വീഡിയോസിൽ ഞാനത് കാണിക്കുന്നുണ്ട്. ഇതെല്ലാവരും ചെയ്യണം. പ്ലാസ്റ്റിക്കും ടിഷ്യൂ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഒരു ചിരട്ടയും ചകിരിയും മാത്രം മതി. സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. Thank you so much for watching my channel.